തുലാക്കൂർ എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 ഭാഗം, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം. ഈ തുലാക്കൂറുകാർക്ക് നേരത്തെ കന്നിക്കൂറിൻ്റെ കാര്യം പറഞ്ഞ പോലെ വിദേശവാസത്തിനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതേസമയം അവർക്ക് വ്യാപാര കാര്യങ്ങളിലും താല്പര്യം കൂടുതലായിരിക്കും. ഇതിനെല്ലാത്തിനും വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ അവർ ഏത് തൊട്ടാലും വിജയിക്കുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. വിദേശത്തായാലും സ്വദേശത്തായാലും ഇവർ വിജയിക്കുന്ന ലക്ഷണമാണ് ഉള്ളത്. അതിന് വഴികാട്ടിയായിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് തന്നെ ശ്രീപരമേശ്വരനെ കാര്യമായിട്ട് വിളിക്കുക, നമശിവായ മന്ത്രം ജപിക്കുക, ശിവക്ഷേത്രങ്ങളിൽ ജലധാര നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളോടൊപ്പം തന്നെ അനേക വിധത്തിലുള്ള ഭാഗ്യങ്ങളും കൈവരിക്കാനുള്ള അവസരമാണ് ഈ വർഷം. അതുകൊണ്ട് ഇവർ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോവുക. ഇവരുടെ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും.